കാശുണ്ട് കേട്ടോ അതില്. നമ്മളെ മസോളക്കുളമായിരുന്നു അല്ല, നമ്മളെ പൂളക്കേങ്ങാണ് കേട്ടോ. ഇത് പൂളക്കേങ്ങ കൂടെ കുറച്ച് ലെയർ മാസം കൂടി മിക്സ് ചെയ്തിരിക്കണം. ഇത് നമ്മളെ വീട്ടിലെ കോഴികൾക്കും താറാവുകൾക്കും കൊടുക്കണ പോലെ തന്നെ നമ്മളെ പ്രാവുകൾക്കും കൊടുക്കാനുള്ളതാണ്. നമ്മളെ ആമിർമോൻ്റെ പ്രാവുകൾക്കും കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ 2 പ്രാവുകൾ ഉള്ളിൽ കയറിയിട്ടില്ല. ഇന്നലെ ഞാൻ തന്നെയാണ് കൂടെ അടച്ചത്, ആമിറുണ്ടാകുന്നില്ല. അപ്പം നമ്മളത്ര ശ്രദ്ധിച്ചോളൂ. കോഴിക്കൂട്ടിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രാവുകൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കാരണത്താൽ കോഴികളെ ആദ്യം വിട്ട് കഴിഞ്ഞാൽ ഇവരെ ആദ്യം വിട്ടിട്ടില്ലെങ്കിൽ ഇവരെ പ്രാവുകൾക്ക് ചിലപ്പോൾ തീറ്റ കിട്ടൂല. ഇതല്ലേ നമ്മളെ പ്രാവുകൾ, വീട്ടിലെ പ്രാവുകൾ കഴിക്കണല്ലേ, അടിപൊളിയായിട്ടാണ് നമ്മളെ പൂളക്കേങ്ങും അതുപോലെ തന്നെ ലെയർ മാഷും കഴിക്കണത്. ഇതൊരു നേരം നമ്മൾ ഇതേപോലെ പൂളക്കേങ്ങും ഒരു നേരം ലെയർ മാഷും അതിൽ കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ വീഡിയോസ് നമുക്ക് വഴിയെ കാണാം. പിന്നെ നമ്മളെ കൂടിയത്തെ പ്രാവുകളാണ് ഇപ്പോൾ ഈ നമ്മളെ കൂടിയതെന്ന് പറഞ്ഞാൽ നമ്മളെ ആമിറമോൻ്റെ പ്രാവുകൾ. ഈ കൂട്ടത്തിൽ ഹിതാശും ഉണ്ട് കേട്ടോ അതിൽ. ഒരു ദിവസം നമ്മളെ വീട്ടിലുള്ള കച്ചറകൾ വേസ്റ്റൊക്കെ നമ്മൾ താറാവുകൾക്ക് കൊടുക്കണം, ഒരു ദിവസം നമ്മളെ കോഴികൾക്ക് കൊടുക്കും. അങ്ങനെ മാറി മാറിക്കാണ് കൊടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മളെ കോഴികൾക്കാണ്. ഏകദേശം നമ്മളെ കോഴികൾ ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും നമ്മളെ നായ്ക്കളെ നമ്മളെ കോഴികളെ പിടിച്ചതിന് ശേഷം നമുക്ക് കോഴികൾ കുറച്ചാണുള്ളൂ, കൂടുതലായിട്ടില്ല. എന്തായാലും പുറത്തേക്ക് എന്താ പറയുക തിന്നൽ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പരക്കം പാച്ചിലാണ്, എന്തെങ്കിലും വേറെ എന്തെങ്കിലും കിട്ടുമെന്നത്. പിന്നെ അവരിങ്ങനെ മെല്ലെ മെല്ലെ കഴിച്ച് തുടങ്ങിക്കോളും. ഇവളെന്തായാലും കയ്യിൽ നിന്ന് പോയതാണ്. എന്തായാലും നായ പിടിച്ചപ്പോൾ കടിച്ചായതിനെ മുറിയൊക്കെ ആക്കിയായിരുന്നു. എന്തായാലും ഇതുപോലെ ചിറകൊക്കെ തൂങ്ങി സെറ്റായ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എന്തായാലും ചിറക് ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുത്താട്ടോ. അപ്പോൾ അതുകൊണ്ട് കാരണത്താൽ ആ ചിറക് തൂങ്ങൽ നിന്നിട്ട് ഏതായാലും ഇപ്പോൾ നേരെ പുതിയ തൂവലുകൾ ഇത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൾ സെറ്റായിക്കണം. ഏകദേശം ഇനി ഒരു 4-5 പൂവനും അതുപോലെ തന്നെ ബാക്കി കുറച്ച് പടകളാണ് ഉള്ളത്. ഏകദേശം ഒരു 10-20 ദിവസം കൊണ്ട് എല്ലാം മുട്ടയിടും തുടങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും ഇനി കുറച്ചും കൂടി കോഴികളെ ഈ ഒരു ബാച്ചിൽ കൊണ്ടുവരണം. അതുപോലെ മഴ കഴിയുന്നതോട് കൂടി നമുക്ക് എന്തായാലും കുറച്ച് കോഴികളെ ഇനി വിരിയിപ്പിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇതിലൊരു കരിങ്കോഴിയുടെ കുട്ടി വന്നിട്ടുണ്ടോ. എന്തായാലും നമ്മളെ വീട്ടിൽ വെച്ചിട്ടല്ല ഇതൊക്കെ വിരിയിപ്പിച്ചത്. അത് കാരണത്താൽ മിക്സറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫയോമയുടെ ഒരു കുട്ടിയുണ്ട്. ഫയോമയുടെ ഒരു റോസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ സാസോകോയുടെ ഒരു റോസ് ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ തീറ്റകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവരെ സെറ്റായി കൊണ്ടുവരണം. ഉണ്ടോ നമ്മളെ പ്രാവുകളുണ്ടോ ഏകദേശം തീർന്ന് അവസാനം എടുക്കുന്നത്. ഇതാണ് കോഴികളെ അവസാനം കൊണ്ടുവന്നത്. ഇതുകൊണ്ടാണ് കണ്ടോ കോഴികളെ ആദ്യത്തെ സാധിക്കുന്ന പേരാണ്. ഇനി മെല്ലെ മെല്ലെ കണ്ടിട്ട് പ്രാവുകളെ വരണം മാറ്റി കൊടുത്തോളൂ. അതിലൊരു 5-6 എണ്ണമൊക്കെ ആയിട്ട് ഇതേപോലെ 2-3 കൂടുണ്ട്. ഇങ്ങനെ കൂട് ബാച്ച് തിരിച്ചിട്ടുണ്ട്.
ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പൂവനും അതേപോലെ ഒരു 5-6 പടകൾ ഇട്ടിട്ട് സെറ്റാക്കി കൊണ്ടുവരണം. അങ്ങനെയാണ് നമ്മളിത് ചെയ്യാറ്. ഏകദേശം ഒരു 10 പടയും ഒരു പൂവനായിട്ടാണ് ഞാൻ സാധാരണ ഇടല്. അങ്ങനെ ഏകദേശം ഒരു 10-35 കോഴികളെയാണ് ലാസ്റ്റ് അവസാനമായിട്ട് നമ്മൾ മുട്ടോൽപാദനത്തിന് വേണ്ടി നിർത്താറ്. പ്രാവശ്യം ഇപ്പം നമ്മളെ 30 കോഴികൾ എന്നുള്ളത് ഇതിലില്ല. ഇനി എന്തായാലും ഇതിലേക്ക് കോഴികളെ കുറച്ചുകൂടി കൊണ്ടുവരണം. വിരിയിപ്പിക്കുമ്പോൾ ഏതായാലും 19-19 വിരിയിപ്പിക്കലാണ്. 2-3 ബാച്ചായിട്ട് അങ്ങനെ വിരിയിപ്പിക്കലാണ്. പ്രാവശ്യം ഇപ്പം അതൊന്നും കൂട്ടിയിട്ടില്ല. എന്നാലും നമ്മളെ പ്രാവുകളൊക്കെ താഴത്തേക്ക് പുറത്തേക്ക് ഇപ്പം ഉണ്ടാവും ഇറങ്ങി വരുന്നുണ്ട്. കൂട്ടത്തെ കൂടെ തന്നെയാണ് നമ്മളെ പ്രാവുകളെ വളർത്തുന്നത്. നല്ല മഴ കാരണത്താലേ നമ്മളെ അസോളക്കുളമായിരുന്നു, ഡക്ക് വീടിൻ്റെ അതൊക്കെ നിറഞ്ഞൊഴുകി പോയി. ഇതിലൊക്കെ നമ്മളെ കാറ്റത്ത് മഴത്ത് ചെയ്ത സാധനം പൊട്ടിച്ചാടിയോണ്ട് ബ്ലാക്ക് സോൾജർ ഫൈഡ് ഇത് മറിഞ്ഞു വിടുകൊണ്ട് അതും നാശമായി. ഇനി ആദ്യം ഒന്നേന്ന് എണ്ണീട്ട് വേണം. ഫ്രിഡ്ജ് ബോക്സൊക്കെ ഇനി ആദ്യം സെറ്റാക്കണം. അപ്പോൾ എന്തായാലും ഇനി മഴക്കാലത്തേക്ക് ചിലവ് കൂടാനല്ലാതെ കുറയുന്ന സംവിധാനം കാണുന്നില്ല. അവിടെയൊക്കെ നമ്മളെ ബ്ലാക്ക് സോൾജർ ഫൈഡ് ഇതുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഞാൻ എന്തായാലും കാർക്കൂന്തൽ പയറാട്ടോ നട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് വിളവ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടിഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചേമ്പും അതുപോലെ തന്നെ മഞ്ഞളും നല്ല ഉഷാറാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനും ആമിറും ഹിതാശമ്പാടെ എല്ലാം വെട്ടിമാറ്റുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. ഇതുപോലെ ഒരുപാട് പരിപാടികൾ നല്ല ആസ്വദിച്ച് ഇവരെന്തായാലും നമ്മളെ കൂടെ കൂടുന്നത് കാരണത്താൽ നമുക്ക് ഒരുപാട് പരിപാടികൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഈ ഒരു പ്രാവശ്യം നമുക്ക് എന്തായാലും ഇവർ 2 പേരാണ്. ബാക്കിയുള്ളവരൊക്കെ ഇന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാവരും വരും കേട്ടോ. ഈ ഒരു ഭാഗത്ത് വെച്ചുള്ള ചേമ്പിനും അതുപോലെ തന്നെ മഞ്ഞളും കുറച്ച് വളങ്ങൾ ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് അരുക്കേറ്റിയിട്ട് പിന്നെ നമ്മളെന്തായാലും ഇതിന് കുറച്ച് പൊതൊക്കെ വെച്ച് കൊടുത്താൽ നമുക്ക് എന്തായാലും അത് പറിച്ചാനാകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ വിളവ് കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇനി എന്തായാലും ഇതുപോലുള്ള പണികൾക്കൊന്നും ഇവർ നമ്മളെ കൂടെ ഒരുപാട് നേരം ഉണ്ടാവില്ല കേട്ടോ. സ്കൂളും മദ്രസും തുറന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് പണികളുണ്ടാവും. ലീവ് ദിവസങ്ങളിലൊക്കെ ഇവരെന്തായാലും നമ്മളെ കൂടെ തന്നെ ഉണ്ടാകും കേട്ടോ. എന്തായാലും പയറിൽ നിന്ന് വിളവ് കുറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മളിതെന്തായാലും വെറുതെ കളയില്ല. നമ്മളെ വീട്ടിലെ കോഴികൾക്കും അതുപോലെ തന്നെ താറാവുകൾക്കും ഇതുപോലുള്ള ഇലകളും അതുപോലെ തന്നെ പല സാധനങ്ങളും കൊടുത്തിട്ട് നമ്മൾ ചിലവ് കുറക്കും. അതുപോലെ തന്നെ ഇത് അവർക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ നല്ല ആരോഗ്യത്തോടെ തന്നെ അവർക്കും നല്ലൊരു ഭക്ഷണമായി മാറ്റിയത്തോടെ വളരാൻ പറ്റും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലൊക്കെ എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണാം.